മതവിശ്വാസമാണ് മനുഷ്യരെ നല്ലവരായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന വിഷയസംബന്ധമായാണ് അടുത്ത ചോദ്യം. ഒരു വലിയ പ്രബന്ധമാണ് എഴുതി കിട്ടിയിട്ടുള്ളത്. പൂർണ്ണമായി വായിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായും പ്രയാസമാണ്. പരിണാമ പ്രക്രിയയിലൂടെ ഓരോ ജീവിയിലും വളർന്നു വരുന്ന ജൈവ ഗുണമാണ് നന്മ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്നൊരു വാദവും ഇതിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ മറുപടി നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിന് ശേഷം ചർച്ച ചെയ്യുന്നതാണ്. അതേസമയം ഓരോ മനുഷ്യരെയും നന്മ ചെയ്യുന്നവരായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവരുടെ മസ്തിഷ്കത്തിലുള്ള സദാചാര ധാർമ്മിക ബോധ സർക്യൂട്ടുകളാണ് എന്ന് ഒരു വാദം. അതിന് ഉപോത്ഫലകമായി ശാസ്ത്രലോകത്ത് നടന്ന ഒരു നിരീക്ഷണവും ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അല്പം കുരങ്ങുകൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സംവിധാനം ഏർപ്പാടാക്കുകയും ഒരു ലിവർ വലിച്ചാൽ അവർക്ക് ഭക്ഷണം എത്തും. പക്ഷെ ലിവർ പ്രവർത്തിക്കുമ്പോൾ തൊട്ടടുത്ത കൂട്ടിലെ കുരങ്ങൻ ഷോക്കടിച്ചു പിടിയും. ഇത് കണ്ട കുരങ്ങൻ ദിവസങ്ങളോളം പട്ടിണി കിടന്നു എന്ന ഒരു നിരീക്ഷണവും ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ഞാൻ നീതി മനുഷ്യന് മാത്രമാണോ ലഭിക്കുന്നത്, ഇതര ജീവജാലങ്ങളുടെ കാര്യത്തിൽ മതത്തിന്റെ നിലപാട് എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ മനുഷ്യനും മനുഷ്യേതര ജീവികളും തമ്മിൽ ഒരേ ഗണത്തിലായി പരിഗണിച്ചുകൂടാ എന്നതിനെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യേതര ജീവികളല്ല, അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള നൈസർഗിക ഗുണത്തിനും ജൈവ ഗുണത്തിന്റെയും അപ്പുറത്തേക്ക് അതിന്റെ പുറന്തോട് പൊട്ടിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കാത്തവരാണ്. പലപ്പോഴും പല ജീവികൾക്കും അനുവദിക്കപ്പെട്ടിട്ടുള്ള ഗുണങ്ങൾ ഒരുപക്ഷെ മനുഷ്യർക്കുള്ളതിനേക്കാൾ വളരെ മികച്ചതാണ്. അതിനിപുണനായ ഒരു എഞ്ചിനീയർക്ക് പോലും സാധിക്കാത്ത അത്ര നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ മികച്ച ഉദാഹരണം പ്രകടിപ്പിക്കുന്ന തേനീച്ചയുടെ കൂട്, തേനീച്ചകൾക്കിടയിൽ നിലനിൽക്കുന്ന ജോലി വിഭജനം, ഇവയൊക്കെ പലപ്പോഴും ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടാറുള്ളതാണ്. ശ്രദ്ധേയമാണ് ചിതലിന്റെ പുറ്റ്. ഭദ്രമായ അനേകം അറകളോടുകൂടി അതിന് 25 അടി വരെ ഉയരമുണ്ടാകാറുണ്ട്. ചിതലിന്റെ വലുപ്പവും അത് നിർമ്മിക്കുന്ന പുറ്റിന്റെ ഉയരവും താരതമ്യം ചെയ്ത് മനുഷ്യൻ അതിനനുസൃതമായി ആനുപാതികമായി ഒരു വീടുണ്ടാക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 1000 നിലയെങ്കിലുമുള്ള ഒരു കെട്ടിടം നിർമ്മിക്കേണ്ടി വരും. അതുപോലെ തുമ്പി നിൽക്കുന്നിടത്തു നിന്ന് തന്നെ മുകളിലേക്കും താഴോട്ടും വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ എല്ലാ കോർണറുകളിലേക്കും 8 ദിശയിലേക്കും ഒരുപോലെ തുള്ളിച്ചാടാൻ കഴിയുകയുള്ള, അപ്പോഴൊക്കെ അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദഭേദങ്ങൾക്ക് അനുസൃതമായി സ്വന്തം ശരീരം തകർന്നു പോകാതിരിക്കുക എന്ന ഒരു നൈസർഗികമായ ജൈവ ഗുണമുള്ള ജീവിയാണ്. മനുഷ്യനൊരിക്കലും അത് സാധിക്കുകയില്ല. നിശാശലഭങ്ങൾ 11 കിലോമീറ്റർ വരെ അകലെയുള്ള പുരുഷ പൂമ്പാറ്റയെ അതിവേഗം ആകർഷിക്കുന്നത് സ്വന്തം ശരീര ഗന്ധങ്ങൾ കൊണ്ടാണ്. ഇങ്ങനെ അനേകം ജീവികൾക്ക് മനുഷ്യന്റെ ഘ്രാണശേഷിയേക്കാൾ, ശ്രവണശേഷിയേക്കാൾ, കാഴ്ചശക്തിയേക്കാൾ, ശാരീരികമായ മറ്റ് ജൈവ ഗുണങ്ങളെക്കാൾ മികവ് പുലർത്താൻ സാധിക്കുന്നുണ്ട് എന്നത് ജൈവ ലോകത്ത് കാണുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ആ വസ്തുത ഒരിക്കലും 1000 വർഷങ്ങൾക്ക് മുമ്പ് തേനീച്ച ഇര തേടിയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാർഗം വെട്ടിത്തുറക്കാൻ അവരെ പ്രേരിപ്പിച്ചിട്ടില്ല. 1000 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 10000 വർഷങ്ങൾക്ക് മുമ്പ് സിംഹം ഇര തേടുന്ന അതേ രീതിയാണ് ഇപ്പോഴും സിംഹം അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നൂറ്റാണ്ടുകളായി പക്ഷികൾ എങ്ങനെയാണോ പറന്നുകൊണ്ടിരുന്നത് അതേ സംവിധാനം തന്നെയാണ് ഇപ്പോഴും അവ പറക്കാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് കടലിൽ എങ്ങനെയാണോ മത്സ്യങ്ങൾ നീന്തി തുടിച്ചിരുന്നത് അതേ രീതിയിലാണ് ഇപ്പോഴും അവ നീന്തി തുടിക്കുന്നത്. നായകൾ ഓടിക്കിതച്ചിരുന്ന രീതിയും ആനകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന രീതിയും ജൈവലോകത്ത് പ്രകടമാകുന്ന ഓരോരോ ജീവിയുടെയും ആശയവിനിമയവും ജീവരീതിയും ഇങ്ങനെ തന്നെയാണ്. എന്നാൽ മനുഷ്യന് ചിന്തിക്കുവാനുള്ള ശേഷിയുണ്ട്, ഭാവി ഭാവനം ചെയ്യുവാനുള്ള ഭാവടവുമുണ്ട്. അവനൊരു സാമൂഹ്യ ജീവിയാണ്. പരസ്പരം ആശ്രിതനായിരിക്കുമ്പോൾ തന്നെ പ്രകൃതി വിഭവങ്ങളുടെ ഉപഭോഗത്തിനും അതിൻ്റെ ഉപയോഗ സാധ്യതകളും പരമാവധി കണ്ടെത്തുവാനും വിനിയോഗിക്കുവാനുമുള്ള ബുദ്ധിശക്തിയും ദൈക്ഷണിക പാഠവും അവന് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് മനുഷ്യൻ താമസിക്കാൻ ഉപയോഗിച്ചിരുന്ന പാർപ്പിട സൗകര്യങ്ങളല്ല ഇന്ന് നിലവിലുള്ളത്. ഒരു അരനൂറ്റാണ്ട് മുമ്പെങ്കിലും കൈകാര്യം ചെയ്തിരുന്ന ആശയവിനിമയ രീതിയിലല്ല ഇന്ന് ആശയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഒരു 10 വർഷങ്ങൾക്ക് മുമ്പെങ്കിലും നിലനിന്നിരുന്ന ഭക്ഷണ വ്യവസ്ഥിതിയിൽ പാലിക്കപ്പെട്ടിരുന്ന അതേ ചിട്ടകളും അതേ ശൈലിയും തന്നെയല്ല ഇപ്പോൾ പാലിക്കപ്പെടുന്നത്. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറിവിന്റെയും അന്വേഷണത്തിന്റെയും വാതായനങ്ങൾ തുറന്നിടുകയും ശാസ്ത്ര പഠനത്തിന്റെ പുതിയ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും മതത്തിന്റെയും സംസ്കാരത്തിന്റെയും ആധ്യാത്മികതയുടെയും പേരിലുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുത്തുകയും വ്യവസ്ഥാപിതമായ അധികാരവും രാഷ്ട്രീയവും ഒക്കെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ മേലാളത്വം
മറ്റു ജീവജാലങ്ങൾക്കിടയിൽ അനുവർത്തിച്ചെടുത്തിട്ടുള്ള പാലിച്ചു പോരുന്ന ജീവിയാണ് മനുഷ്യൻ എന്ന് നാം തിരിച്ചറിയണം. ഒരു പക്ഷേ നായയോ മറ്റേതെങ്കിലും ജീവിയോ പരിശീലനമോ നിരന്തരമായ അനുഭവങ്ങളോ കാരണം അവരുടെ സഹജമായ ജന്മസിദ്ധമായ ഗുണങ്ങൾക്കപ്പുറം കാണിച്ചേക്കാം. പക്ഷെ ആ ഗുണങ്ങൾ കൂടി ദൈവം തമ്പുരാൻ അവരിൽ നിക്ഷേപിച്ചിട്ടുള്ള പരിശീലനത്തോടെ നേടിയെടുക്കാവുന്ന ആർജിക്കാവുന്ന ഗുണങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ബുദ്ധി. സസ്യങ്ങൾക്ക് പോലും സഹജ ഗുണങ്ങളും ശീലങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാവുന്നതാണ്. ഒരു വീടിന്റെ അകത്ത് വെച്ച് വളർത്തുന്ന ചെടി എവിടെ നിന്നാണോ പ്രകാശം വരുന്നത്, വെളിച്ചത്തിന്റെ നാമ്പുകൾ കടന്നു വരുന്നത്, ആ ദിശയിലേക്കാണ് വളരുക എന്നത് ബോട്ടണി പഠിക്കുന്ന ടീനേജ് ബോയ്ക്ക് പോലും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് മനുഷ്യേതര ലോകത്ത് നടക്കുന്ന ഇത്തരം സഹജ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെയും വിലയിരുത്താൻ വരുന്നത് ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമതായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള പോയിന്റ്, യുക്തിവാദികൾ പ്രത്യേകിച്ച് സായികരന്റെ ചോദ്യത്തിൽ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ള സദാചാര ധാർമ്മിക ബോധ സർക്യൂട്ടുകൾ, ഇതാണ് മനുഷ്യരെ നല്ലവരായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ്. പ്രസ്തുത സദാചാര സർക്യൂട്ട് സംവിധാനിച്ചത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം പരിണാമം എന്നാണ് പറയാനുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. അതേസമയം വാദത്തിന് വേണ്ടി അങ്ങനെ ചില സദാചാര ബോധ മസ്തിഷ്ക സർക്യൂട്ടുകൾ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കുവാനുണ്ട്. പലപ്പോഴും നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിലേക്കും ചുറ്റുപാടുകളിലേക്കും പരിസരങ്ങളിലേക്കും നോക്കുമ്പോൾ ഇവിടെ നന്മ പുലരുന്നത് നാം കാണുന്നില്ല. കൊലയാളികളുടെ സ്വൈരവിഹാരം നാം അനുഭവിക്കുകയാണ്. അഴിമതിയും ചൂഷണവും അരാജകത്വവും സ്വജനപക്ഷപാതവും അധികാര ദുർവിനിയോഗവും നിത്യ കാഴ്ചകളായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വഞ്ചകന്മാർ യാതൊരു വിഘ്നവും കൂടാതെ ഇവിടെ വിഹരിച്ചുകൊണ്ടിരിക്കുന്നു. ന്യായാധിപന്മാർ നീതി നടത്തേണ്ടവരായിട്ടും പലപ്പോഴും അവർ അനീതിക്ക് കൂട്ടുനിൽക്കുന്നു. ഭരണാധിപന്മാർ പൊതുമുതൽ കൊള്ളയടിക്കുന്നു. സ്ത്രീകൾ മാനഭംഗം ചെയ്യപ്പെടുന്നു. അശരണർ അവഗണന നേരിടുന്നു. നിരപരാധികൾ മർദ്ദിക്കപ്പെടുന്നു. നിസ്വാർത്ഥർ വഞ്ചിക്കപ്പെടുന്നു. പലപ്പോഴും ഈ തിന്മകളുടെ എല്ലാം മുമ്പന്തിയിൽ നിൽക്കുന്നത് വിദ്യാസമ്പന്നരാണ് എന്നതും ഒരു പരമയാഥാർത്ഥ്യമാണ്. അവർ ശാസ്ത്ര പഠന രംഗത്തും സാംസ്കാരികമായ ഉണർത്തുപാട്ടുകളുടെ രംഗത്തും മുമ്പന്തിയിൽ നിൽക്കുമ്പോഴും ഈ തിന്മയുടെയും അരാജകത്വത്തിന്റെയും വഴികേടിന്റെയും ഒക്കെ വക്താക്കളായി കൂടി നാം കാണേണ്ടി വരികയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്താ ഇവരിലൊന്നും നിങ്ങൾ പറയുന്ന സദാചാര ബോധ മസ്തിഷ്ക സർക്യൂട്ടുകൾ വർക്ക് ചെയ്യുന്നില്ലേ? അതോ അവരുടെ ബോധമണ്ഡലത്തെ തൊട്ടുണർത്തേണ്ട ഒരു ആവശ്യകതയുണ്ടോ? ഉണ്ടെങ്കിൽ അവരിൽ വർക്ക് ചെയ്യാതെ നിഷ്ക്രിയമായി കിടക്കുന്ന ആ ബോധ സർക്യൂട്ടുകളെ ഉണർത്താൻ ആവശ്യമായ ബോധവൽക്കരണം അത് നിർവഹിക്കേണ്ടത് ആര് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം കാണേണ്ടതുണ്ട്. മൂന്നാമതായി എനിക്ക് പറയുവാനുള്ള ഒരു ആശയം, നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഒരു സദാചാര ബോധ സർക്യൂട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരിലും പ്രവർത്തനക്ഷമമാണ് എന്ന് തന്നെ സങ്കല്പിക്കുക. അതില്ലെന്നത് നമ്മുടെ നിത്യാനുഭവമാണെങ്കിലും, പക്ഷേ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും അനുഭൂതികൾ വൈവിധ്യമാർന്നതാണ്. എനിക്ക് സുന്ദരം എന്ന് തോന്നുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് വിരൂപമായിരിക്കാം. എൻ്റെ അഭിരുചികളിൽ വ്യത്യാസമുണ്ട്. എൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് അനിഷ്ടമായിരിക്കാം. എൻ്റെ താല്പര്യങ്ങളിൽ നിങ്ങളുടെ താല്പര്യങ്ങളിലും വൈവിധ്യങ്ങളുണ്ട്. ഞാൻ പ്രതിപത്തിയായി കൽപ്പിക്കുന്ന ഒരു സംഗതിയോട് നിങ്ങൾക്ക് വിപ്രതിപത്തി ഉണ്ടാകാം. എന്റെയും നിങ്ങളുടെയും സമീപനത്തിൽ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ അനുകൂലിക്കുന്ന ഒരു സംഗതി നിങ്ങൾക്ക് പ്രതിലോമപരമായി അനുഭവപ്പെട്ടേക്കാം. എന്റെയും നിങ്ങളുടെയും വീക്ഷണങ്ങളിലും വൈചാര്യങ്ങളുണ്ട്. ഞാൻ നന്മ എന്ന് വിചാരിക്കുന്ന സംഗതി നിങ്ങൾക്ക് തിന്മയാകാം. ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും താങ്കളുടെ അനുഭൂതിയും അഭിരുചിയും താല്പര്യവും സമീപനവും വീക്ഷണവും ഒക്കെയുണ്ട്. ഈ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനൊത്ത്, വീക്ഷണത്തിനൊത്ത്, സമീപനത്തിനൊത്ത്, താല്പര്യങ്ങൾക്കൊത്ത്, അഭിരുചിക്കൊത്ത്, അനുഭൂതിക്കൊത്ത് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചാൽ നമ്മുടെ സാമൂഹിക സംവിധാനത്തിന്റെ ഭദ്രത തകർന്നു പോകുമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? സമൂഹം എന്ന പൊതുസ്ഥാപനം അതോടുകൂടി പൊളിഞ്ഞടിയും. ഓരോരുത്തരും താൻ കണ്ട നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അത് പലപ്പോഴും മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തിലും മറ്റുള്ളവന് ആവശ്യമായ ഗുണകരമായ സാഹചര്യത്തിലുമുള്ള കൈകടത്തലായി പോകും. അതുകൊണ്ട് ലോകത്ത് നിലനിൽക്കുന്ന ഓരോ സമുദായവും സമൂഹവും ഏകീകൃതമായ ചില നിയമവ്യവസ്ഥിതികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്.
ഇന്ത്യക്കും പാകിസ്ഥാനും ബംഗ്ലാദേശിനും പ്രത്യേകമായ ഭരണഘടനയും അത് നടപ്പിൽ വരുത്തുവാനുള്ള സംവിധാനങ്ങളും ഉള്ളത് എന്തുകൊണ്ടാണ്? അമേരിക്കയ്ക്കും ഇംഗ്ലണ്ടിനും അയർലൻഡിനും പ്രത്യേകമായ ചിട്ടകളും നിയമങ്ങളും നിയാമക തത്വങ്ങളും പ്രഖ്യാപിക്കുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലികളും എക്സിക്യൂട്ടീവ് ബോർഡുകളും പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അർജന്റീനക്കും ബ്രസീലിനും ഫ്രാൻസിനും ജർമ്മനിക്കും ശ്രീലങ്കയ്ക്കും സ്വന്തമായി ഭരണകൂട സംവിധാനങ്ങളും നിയമങ്ങളും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ലോകത്ത് നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി, കൾച്ചറൽ ഓർഗനൈസേഷൻ, വളണ്ടിയർ സംഘങ്ങൾ, എന്തിന് യുക്തിവാദി സംഘങ്ങൾക്ക് പോലും തങ്ങളുടെ മെമ്പേഴ്സ്, തങ്ങളുടെ അംഗങ്ങൾ പാലിച്ചിരിക്കേണ്ട നിയമങ്ങൾ പ്രഖ്യാപിക്കുന്ന ചില റൂട്ടുകൾ ഉണ്ട്. ആ പൊതു നിയമങ്ങൾക്ക് വിധേയമായിട്ട് വേണം ഇവരെല്ലാവരും പ്രവർത്തിക്കാൻ. ഇത് ഈ കൂട്ടായ്മയുടെ സമൂഹമെന്ന് പറയുന്ന സംവിധാനത്തിന്റെ ഭദ്രതയ്ക്ക് ആവശ്യമാണ് എന്ന നമ്മുടെ തിരിച്ചറിവിന്റെ ഭാഗമാണ്. അതായത് നാം എത്തി നിൽക്കുന്നത് സമൂഹമെന്ന ഭദ്രതയ്ക്ക് എല്ലാവരാലും സ്വീകരിക്കപ്പെടാവുന്ന ചില നിയമങ്ങൾ ആവശ്യമാണ്. നന്മ നിലനിൽക്കാൻ, സുസ്ഥിരമായ വികസനം ഉറപ്പുവരുത്താൻ, സാമൂഹികമായ ക്ഷേമം നടപ്പിൽ വരുത്താൻ, മാനുഷികമായ ഗുണമൂല്യങ്ങളുടെ പാലനം, ഇതിന് ഇങ്ങനെയുള്ള ഒരു നിയമ സംവിധാനം ഉണ്ടായിത്തീരും. ആരാണ് നിയമം ഉണ്ടാക്കേണ്ടത്? ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കാഴ്ചപ്പാടാണ്. ചാൾസ് ഡാർവിനും സിഗ്മണ്ട് ഫ്രോയിഡും കാർൽ മാർക്സും ഹെഗലും ലോകത്ത് അവതരിപ്പിച്ച ദർശനങ്ങൾ അവരവരുടെ കാഴ്ചപ്പാടുകളിൽ ഊന്നി നിന്നാണ്. ചിലർ വിചാരിച്ചത് മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് വളരെ പ്രധാനമെന്നാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളും സാമ്യതകളും മറ്റു ചില ജീവികളുമായി താരതമ്യം ചെയ്തുകൊണ്ട് ശരീരകേന്ദ്രിതമായ പഠനങ്ങളിലാണ് ചിലർ സമയം ചെലവഴിച്ചത്. അതിനനുസരിച്ചാണ് അവർ ലോകവീക്ഷണം രൂപപ്പെടുത്തിയെടുത്തത്. മറ്റു ചിലർ തൊഴിലിലൂടെ പരിണാമ വിധേയനായ മനുഷ്യന്റെ സാമൂഹിക സാഹചര്യങ്ങളെ വിലയിരുത്തി പരിണാമത്തിലൂടെ വന്ന സാമ്പത്തികമായ അഭിവൃദ്ധികളെയും മറ്റും വിലയിരുത്തിയാണ് നിയമവ്യവസ്ഥ പ്രഖ്യാപിച്ചത്. ഏറെ ചിലർക്ക് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമായി അനുഭവപ്പെട്ടത് വയറാണ്. വയറിനെ വീർപ്പിക്കുന്നതും വയറ് മെലിഞ്ഞൊട്ടിപ്പോകുന്നതുമാണ് വലിയ പ്രശ്നം എന്ന് വിചാരിച്ച് വർഗസംഘടനകൾ ഇല്ലാതാവാൻ, മുതലാളി തൊഴിലാളി വൈശാഖ്യങ്ങൾ ഇല്ലാതാവാൻ വേണ്ടിയാണ് അവർ നിയമങ്ങൾ ചമച്ചത്, ദർശനങ്ങൾ ഉണ്ടാക്കിയത്. വേറെ ചില ആളുകൾ ഏറ്റവും ഗുരുതരമായ പ്രശ്നമായി കണ്ടത് ഓരോരുത്തരുടെയും ലൈംഗിക തൃഷ്ണയാണ്. അതുകൊണ്ട് അവരുടെ ലൈംഗികമായ ആസക്തി നടപ്പിൽ വരുത്തുന്നതിന് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാവാൻ പാടില്ല, എല്ലാവിധ നിയന്ത്രണങ്ങളും നീക്കണം എന്നവർ ശഠിക്കുകയുണ്ടായി. വിവാഹത്തെയും കുടുംബ വ്യവസ്ഥയെയും അവർ വെല്ലുവിളിച്ചു. സ്വവർഗരതി നിയമമാക്കണമെന്ന് ആക്രോശിച്ചു. ലെസ്ബിയനിസവും ഹോമോസെക്ഷുവാലിറ്റിയും നടപ്പിൽ വരുത്താൻ വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്തു. ഇത് ഓരോരുത്തരുടെയും വീക്ഷണകോണ് വ്യത്യസ്തമായതുകൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് തൻ്റെ വീക്ഷണത്തിനനുസരിച്ച് പുരുഷൻ നിയമം ഉണ്ടാക്കിയാൽ അത് പുരുഷൻ അനുകൂലമാകും, സ്ത്രീ നിയമം ഉണ്ടാക്കിയാൽ അവൾക്ക് അനുകൂലമാകും. അതുപോലെ കറുത്ത വർഗ്ഗക്കാരൻ നിയമം ഉണ്ടാക്കിയാൽ അവനനുകൂലമായ നിയമം വരും, വെള്ളക്കാരൻ നിയമം ഉണ്ടാക്കിയാൽ അവനനുകൂലമായ നിയമം വരും, മുതലാളി നിയമം ഉണ്ടാക്കിയാൽ അവനനുകൂലമായ നിയമം വരും, തൊഴിലാളി നിയമം ഉണ്ടാക്കിയാൽ അവനനുകൂലമായിരിക്കും ആ നിയമവ്യവസ്ഥിതി. അതുകൊണ്ട് കാല, ദേശ, ഭാഷ, വർഗ, വർണ്ണ, ലിംഗഭേദങ്ങൾക്ക് അതീതമായി ചിന്തിക്കുന്ന ഒരാളായിരിക്കണം പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിയമവ്യവസ്ഥിതിയെയും തീരുമാനിക്കേണ്ടത്. സൃഷ്ടികളെ മൊത്തത്തിൽ ഒന്നായി കാണാനും ഒരേ സംവിധാനത്തിൽ ഒരുമിപ്പിക്കാനും കഴിയുന്ന ആളായിരിക്കണം അത്. എല്ലാവർക്കും രക്ഷശിക്ഷകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്പെഷ്യൽ കൺസിഡറേഷന് വേണ്ടി നിർദ്ദേശിക്കപ്പെടുന്ന മാനദണ്ഡം ഏകീകൃതമായിരിക്കണം. സമഗ്രവും യുക്തിസവും വികസനോന്മുഖവുമായ വ്യക്തിത്വ പരിപാലനത്തിന് സാധിക്കുന്നതായിരിക്കണം. വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും രാഷ്ട്രത്തെയും മതത്തെയും ഭൗതികവും ആധ്യാത്മികവും പഠനവും ശാസ്ത്രവും സാമ്പത്തികവും ദാമ്പത്യവും ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളെയും ഒരുപോലെ പരിഗണിക്കാൻ സാധിക്കുന്നതായിരിക്കണം. ഇങ്ങനെ ഒരു നിയമവ്യവസ്ഥിതി രൂപപ്പെടുത്താൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവം തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു വ്യവസ്ഥിതിയുടെ മാത്രമേ ലോകത്തുടനീളം ദേശഭാഷകൾക്ക് വിധേയമായി, അതീതമായി, വർഗ, വർണ്ണ, ലിംഗഭേദങ്ങൾക്ക് അതീതമായി, കാല വ്യത്യാസങ്ങൾക്ക് അതീതമായി നന്മയുടെ സംസ്ഥാപനത്തിന് സാധിക്കുകയുള്ളൂ. ഇതാണ് നാം പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ഇനിയുള്ളത് മനുഷ്യനിൽ ഈ നന്മ വളർന്നു വരുന്ന ജൈവ ഗുണങ്ങൾ പരിണാമത്തിലൂടെ ഉണ്ടായി എന്ന ഇദ്ദേഹത്തിന്റെ വീക്ഷണം.